കോട്ടയത്ത് KSU നേതാവ് ലഹരി ഉപയോഗിച്ച വാഹനാപകടം സൃഷ്ടിച്ച സംഭവത്തിൽ അങ്ങനെ തന്നെ പറയണം. വാഹനാപകടം ഉണ്ടാക്കിയെടുത്തതാണ്. എതിർച്ചയാ സംഭവിച്ചു പോയ വാഹനാപകടമൊന്നുമല്ല. ആക്സിഡന്റ് എന്ന് നമ്മൾക്ക് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യങ്ങളെയാണല്ലോ. ഇത് പെട്ടെന്ന് സംഭവിച്ചതല്ല. കരുതിക്കൂട്ടി എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയെടുത്ത അപകടങ്ങൾ എന്ന് തന്നെ പറയണം. പോകുന്ന വഴിയിൽ ഇടിച്ചിട്ടത് ഏകദേശം 8ഓളം വാഹനങ്ങളെയാണ്. ഈ സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്നലെ കൈരളി ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. കൂടുതൽ വിഷ്വലുകൾ, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ജുബിൻ ജേക്കബ് KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. CMS കോളേജിലെ വിദ്യാർത്ഥിയാണ് ജുബിൻ ജേക്കബ്. ഈ CMS കോളേജിൽ KSUവിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിന് ശേഷമാണ് ജുബിൻ ജേക്കബ് ഇത്തരത്തിലുള്ള അപകടമുണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഈ ജുബിൻ ജേക്കബിനെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് പുറത്താക്കിയെന്ന്, KSUവിൽ നിന്ന് പുറത്താക്കിയെന്ന് ഒരു സർക്കുലർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഈ സർക്കുലറിൻ്റെ പിന്നിലുള്ള ഒരു സത്യാവസ്ഥ എന്താണ് എന്ന് വെച്ചാൽ, ഈ സർക്കുലർ തട്ടിക്കൂട്ടി വളരെ പെട്ടെന്ന് ജുബിൻ അറസ്റ്റിലേക്ക് പോകുന്നു, ഒരു അപകടമുണ്ടാക്കി അറസ്റ്റിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സർക്കുലറാണ്. അതിൻ്റെ ഓഡിയോ സന്ദേശവും ഈ ജുബിൻ ജേക്കബിനെ ഈ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണം, അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ജില്ലാ പ്രസിഡന്റ് പറയുന്ന ഓഡിയോ സന്ദേശവും കൈരളി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വാർത്ത ആദ്യം കണ്ടിട്ട് വരാം. ശേഷം സനോജ് സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരും. CMS കോളേജിൽ നവാഗതർക്കായി KSU സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു ജൂബിൻ ജേക്കബ് മദ്യപിച്ച് വാഹനമോടിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത് CCTVയിൽ വ്യക്തമാണ്. ജൂബിൻ സഞ്ചരിച്ച ഈ വാഹനത്തിൽ നിന്നും അപകടശേഷം ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ കണ്ടെത്തിയിരുന്നു. ലഹരി ഉപയോഗിച്ച് വാഹനമോടിച്ചെന്നാണ് പോലീസ് കണ്ടെത്തൽ. നാണക്കേട് മറയ്ക്കാൻ ജൂബിനെ കഴിഞ്ഞ വർഷം സംഘടനയിൽ നിന്നും പുറത്താക്കിയെന്നായിരുന്നു KSU ജില്ലാ നേതൃത്വത്തിൻ്റെ ഔദ്യോഗിക വിശദീകരണം. മുഖം രക്ഷിക്കാൻ ജില്ലാ നേതൃത്വം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സർക്കുലറാണെന്ന് തെളിയിക്കുന്ന ഓഡിയോ സംഭാഷണം കൈരളി ന്യൂസിന് ലഭിച്ചു. 500-ന്റെ മേലെ തെളിയാത്ത രീതി, കാണാത്ത രീതിയിൽ 500-ന് മേലെ ഒരു പ്രിന്റ് എടുത്തിട്ട് ഒരു ഒപ്പിടാവും. അപ്പൊ ആ ഒരു KSU ജില്ലാ പ്രസിഡന്റ് നൈസാം ജൂബിനെ പുറത്താക്കാൻ പെട്ടെന്ന് സർക്കുലർ തയ്യാറാക്കാൻ നിർദ്ദേശിക്കുന്ന ഓഡിയോ സംഭാഷണമാണ് പുറത്തായത്. ഇത് KSU ജില്ലാ നേതൃത്വത്തിന് മറ്റൊരു നാണക്കേടായി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.